നമസ്കാരം. അർജുനെ കാണാതായിട്ട് ഇന്ന് 8 ദിവസമാവുന്നത്. ഇത് പറഞ്ഞാൽ ഒരു എത്തും പിടിയുമില്ല, എവിടെയാണെന്നൊന്നും ഒരു പിടുത്തവുമില്ല. ഇന്ന് ഈ പറയുന്ന കേരളം മൊത്തം എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. അർജുൻ എങ്ങനെയെങ്കിലും ജീവനോടെ ഉണ്ടാവട്ടെ, എവിടെയെങ്കിലും ഒരു ജീവന്റെ കണികയെങ്കിലും അർജുൻ മിച്ചമുണ്ടാകട്ടെ, അർജുൻ രക്ഷപ്പെടും. ഇന്നും ഞാനും വിശ്വസിക്കുന്നു അർജുൻ മരിച്ചിട്ടില്ല, ഇനിയും അർജുൻ തിരിച്ചു വരും എന്നുള്ളതിനെ കുറിച്ച് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കഥകൾ വരുന്നുണ്ട്. ഇപ്പോൾ അവസാനമായി 2 ദിവസമായി നമുക്ക് കേൾക്കുന്ന ഒരു കഥയാണ് അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി എന്നുള്ളത്, അല്ലെ? അതായത് ഇതിനകത്തോട്ട് ഈ പറയുന്ന ഈ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന ടാങ്കർ ലോറി, അതായത് ഗ്യാസ് പാചകവാതക പിന്നെന്താണ് ടാങ്കർ ലോറികൾ ഇതിനകത്തോട്ട് വീണ് അത് ഈ 11 kV ലൈനുമായി ടച്ചായി അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന് സമീപവാസി, അതായത് ഈ മണ്ണിടിച്ചതിന്റെ അപ്പുറത്തെ കരയിൽ ഏതാണ്ട് 10-15ഓളം വീടുകൾ ഒഴുകിപ്പോയി, 7 പേര് മരിക്കുകയും ഇപ്പൊ ഒരാളുടെ പിന്നീട് ഒരു സ്ത്രീയുടെ ശവമൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിട്ട് അവിടെയുള്ള ഈ പറയുന്ന പരിക്ക് പറ്റി കിടക്കുന്നവർ തന്നെ പറയുന്നത്. പക്ഷെ ഇതൊന്നും അവിടെയുള്ള ആൾക്കാരുകൾ ആരും ഇതൊരു മുഖബലിക്ക് എടുക്കുന്നില്ല. അപ്പൊ അവിടെയുള്ള സർക്കാരുകളെല്ലാം പറയുന്നത് എങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, അത് അവർക്ക് തോന്നലാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. മറ്റുള്ള പലരും പറയുന്നുണ്ട് അങ്ങനെ ചൂട് വെള്ളം ദേഹത്ത് വീണു എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അതുമല്ല, ഈ പറഞ്ഞ ഈ നദിയുടെ നടുക്ക് തന്നെ ഒരു ഐലൻഡ് പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത് അവിടെ ഒരു നല്ലൊരു ബ്ലാസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതായത് അവിടെയുള്ളവർ, അവരുടെ സർക്കാർ ആവട്ടെ, അവരുടെ DGP ആവട്ടെ, എല്ലാവരും അവർ പറയുന്ന അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പൊ ഞാൻ കുറെ ക്ലിപ്പിങ്ങിൽ കണ്ട് നമ്മുടെ മലയാളികൾ തന്നെ അവർ പറയുന്നുണ്ട് എന്തോ ഒരു ദുരൂഹത അവിടെയുണ്ട്. ഇവർ അതിനകത്തോട്ട് ആദ്യത്തെ ദിവസം ഇവർ എന്ത് ചെയ്തു, അതിനകത്ത് ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങി പരിശോധിച്ചു. അതിനുശേഷം വേറെ ആരെയും ഇപ്പൊ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാനോ ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഇവരെന്തോ മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇത് വലിയൊരു ദുരന്തമാണ്. പക്ഷെ ആ ദുരന്തം ഇവർ മറച്ചു വെച്ച് എന്തോ അവർ മറക്കാൻ വേണ്ടി ശ്രമിക്കും. അതൊരു ബ്ലാസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും വരുന്ന റിപ്പോർട്ട്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ സായിയുടെ വീഡിയോയിൽ തന്നെ സായി ഇപ്പൊ അവനൊരു ക്ലിപ്പിംഗ്, എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ടും ഒരു ക്ലിപ്പിങ്ങും ഒരിടത്തും നമ്മൾ കാണാൻ സാധിച്ചിട്ടില്ല, അല്ലെ? ഒരിടത്തും. അതായത് ഇതിന് ശേഷമുള്ളതേ ഉള്ളൂ, അതിന് മുമ്പ് എന്ത് നടന്നു എന്നുള്ള ഒരു ക്ലിപ്പിംഗ് ഇതുവരെയ്ക്കും നമുക്ക് ആർക്കും കാണാൻ സാധിച്ചു. പക്ഷെ ഇപ്പൊ സായിയുടെ ഇതിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു ക്ലിപ്പിംഗ്, അതായത് ഞാൻ ഈ ക്ലിപ്പിംഗ് കൊടുക്കാം, അതിന്റെ യഥാർത്ഥ വെർഷനും അതിന്റെ സ്ലോ മോഷൻ വെർഷനൊക്കെ ഞാൻ ഇതിന്റെ ബാക്കിൽ കൊടുക്കുന്നു, ഒന്ന് കണ്ടു നോക്ക്. അതിനകത്ത് കാണുന്നുണ്ട് അപ്പുറത്തെ മണ്ണിടിഞ്ഞ് വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരാൾ ഇങ്ങനെ ഇത് കുറെ ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ കിടന്ന് ഓടുന്നു, ഒരാൾ ഫോൺ വിളിച്ചിട്ട് ഓടുന്നു. അവസാനം ഒരു വലിയൊരു ബ്ലാസ്റ്റ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വലിയൊരു സൗണ്ടും ഭയങ്കര ഒരു തീയുടെ പിന്നീട് എന്താണ് കളറൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. അപ്പൊ ഒരു ബ്ലാസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ നിങ്ങളത് കണ്ടിട്ട് വിലയിരുത്തിയത് ബ്ലാസ്റ്റ് തന്നെയാണ്. ബ്ലാസ്റ്റ് തന്നെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇതിനെ ഇത്രയും വലിയൊരു സംഭവത്തെ ഇവരിങ്ങനെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അല്ലെ, എന്തിന് ഇത്രയും വലിയൊരു ഒരു മഹാദുരന്തത്തെ, ഒരു വൻ ദുരന്തത്തിനെ ഇവർ നിസ്സാരവൽക്കരിച്ച് എന്തുകൊണ്ട്? ഇതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ ദുരൂഹതകളാണ് ഇതിനിടയിൽ നടക്കുന്നത്? അർജുൻ ഇനിയും ജീവനോടെ ഉണ്ട്. ഇപ്പൊ നമ്മളെ ട്രൂട്ടി TV വന്ന വോയിസ് പോലെ ഇനിയിപ്പം ആ മലയ്ക്ക് അകത്തോട്ടായിട്ട് കയറിപ്പോയി, അതൊരു പോസിബിലിറ്റിയാണ്, അതും ഒരു സെൻസ് ഉള്ള കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ സായി ഇട്ട വീഡിയോയിലും വളരെ സെൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ എനിക്കും ഇതിപ്പോ കണ്ടിട്ട് അതൊരു ബ്ലാസ്റ്റ് ആയിട്ടാണ് എനിക്കും തോന്നുന്നത്. അങ്ങനെ ആ ഒരു ശബ്ദം കേൾക്കുന്നത്, കാരണം ആ ഒരു ശബ്ദം അവർ ഓടുന്നത്, അതിന്റെ ആ ക്യാമറയിലപ്പം വരുന്ന ആ തീയുടെ കളറ്, പിന്നെ അവിടെയുള്ള ഈ പറയുന്ന പരിക്കേറ്റവരുടെ മൊഴികൾ, എല്ലാത്തിനും നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അതിനകത്തൊരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. അവിടെ അവരെന്നെ പറയുന്നത് 3 ടാങ്കർ ലോറികൾ പിന്നീട് ഉണ്ടായിരുന്നു എന്നും, രണ്ടെണ്ണം കിട്ടിയെന്നും, ഒന്ന് കാണാതായിട്ടുണ്ട്, അതിനകത്ത് ഫുൾ ഗ്യാസ് ആയിരുന്നു എന്നും, അത് ഇതുവരെ തിരച്ചിൽ നടക്കുകയാണ് എന്നൊക്കെയാണ് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അപ്പൊ അതിലൊന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് പൊട്ടിത്തെറിച്ചത് കൊണ്ടാണ് ഇത്രയും സുനാമി പോലെ എന്ത് ചെയ്ത് മറുകരയിലേക്ക് വെള്ളം കയറിയതും അവിടെ ഇത്രയും വീടുകൾ ഒലിച്ചു പോകാനും. അല്ലാതെ ഈ മണല് വീണെന്ന് പറഞ്ഞ് ഇത്രയും വെള്ളം അപ്പുറത്തെ മറുകരയിലേക്ക് പിന്നീട് അടിച്ചു കയറേണ്ട സാധ്യതയില്ല. അതുപോലെ നടുക്കൊരു ഐലൻഡ് പോലെയൊക്കെ രൂപപ്പെടണമെങ്കിൽ ഇതിനൊക്കെ സാധ്യത അവിടെ ഒരു വൺ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ദൃശ്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലാണ്. അപ്പൊ ഞാൻ അതോട് കൊടുക്കാൻ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്താണ് ഇവിടെ സംഭവിച്ചിരുന്നത്. നമുക്ക് വേണ്ടി ಅದೇ ಗಾಡಿನ ಬಂತು ಹೋಗ